പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈശോ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ വലിയ രക്ഷയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമ്മളെ രക്ഷിക്കുവാനായിട്ട് കുരിശിൽ ജീവാർപ്പണം ചെയ്ത കർത്താവ് അതിലൂടെ നമ്മളെല്ലാവരെയും രക്ഷിച്ചു. അവൻ്റെ കരുണയും സ്നേഹവും നമുക്ക് പകർന്നു തന്നു. കുരിശിലെ ഈശോ പകർന്നു തന്ന അതേ സ്നേഹം, അതേ കരുണ, അതേ ചേർത്ത് പിടിക്കൽ, അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രത്യേകമായിട്ട് ഈ ദീപികാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിനാവശ്യമായ കരുണ, സ്നേഹം, ചേർത്ത് പിടിക്കൽ എല്ലാം നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊന്നു തമ്പുരാൻ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരുന്നു. പൂർണ്ണമായിട്ട് നമുക്ക് നമ്മെ തന്നെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയും സ്നേഹവുമൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് നമ്മൾ കടന്നു വരികയാണ്. പ്രത്യേകമായിട്ട് ഈ നിമിഷങ്ങളിൽ നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. ഈ നോമ്പുകാലത്തിലുടനീളം ഈശോ തൻ്റെ പീഡാനുഭവ ധ്യാനത്തിലൂടെ നമ്മെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കൃപ, വലിയ അഭിഷേകം നമ്മളിലേക്ക് ഒഴുക്കുകയാണ്. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഊഷ്മളത നമ്മളുമായിട്ട് കുരിശിൽ മരിച്ചവൻ പങ്കുവയ്ക്കുന്ന പുണ്യനിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ നോമ്പിലെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്ന സബ്ജക്റ്റ് കുരിശിൽ മരിച്ചവൻ, സഹനങ്ങൾ ഏറ്റെടുത്തവൻ, അവൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ മൊഴിഞ്ഞ 7 തിരുമൊഴികളെ പറ്റിയായിരുന്നു. ഇന്ന് ശനിയാഴ്ച കർത്താവിൻ്റെ അവസാനത്തെ 6ാമത്തെ തിരുമൊഴിയെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായി എന്ന ആ തിരുവെഴുത്തിനെ പറ്റിയാണ്, ആ തിരുമൊഴിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എന്താണ് ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി എന്നതിൻ്റെ അർത്ഥം? മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, ഞാൻ നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന്. കർത്താവിൻ്റെ പീഡാനുഭവത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, അതിലൂടെയാണ് നമുക്ക്
രക്ഷ കൈവരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. തൻ്റെ പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ഈശോ നിയമത്തെ പൂർത്തീകരിച്ചു. ടെറ്റലസ്റ്റായി എന്നതിനർത്ഥം എല്ലാം നിയമങ്ങളെയും കർത്താവ് തൻ്റെ പീഡാസഹനത്തിലൂടെ, കുരിശിലെ മരണത്തിലൂടെ പൂർത്തീകരിക്കുകയാണ്. രണ്ടാമതായിട്ട് ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി എന്നതിൻ്റെ അർത്ഥം എല്ലാ പ്രവചനങ്ങളും ഈശോ കുരിശിലൂടെ, അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ ഉത്ഥാനത്തിലൂടെ പൂർത്തീകരിക്കുന്നുവെന്നുമാണ്. കുരിശിൽ കിടന്നപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവൻ്റെ ജീവിതത്തിലുടനീളം നടന്നതായ സകല കാര്യങ്ങളും ഈശോ ഓർക്കുകയാണ്. സകല പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചുകൊണ്ട് അവൻ്റെ കുരിശുമരണത്തിലൂടെ സകലരും രക്ഷ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈ 6-ാമത്തെ തിരുമൊഴി നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. ടെറ്റലസ്റ്റായി എന്ന് ഈശോ പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഈശോ ഉദ്ദേശിച്ചിരുന്നു. കുരിശിലെ മരണം വഴി മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാര ബലിയായി അവൻ സ്വയം ഒരു ബലിയായിട്ട് മാറിയപ്പോൾ ആ ബലിയിലൂടെ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരമായിട്ട് അവൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും എല്ലാം മാറി. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 12-ാം വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നത്: അവൻ നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കുട്ടികളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. ഈശോ നമുക്ക് വേണ്ടി പാപ പരിഹാരമായിട്ട് മാറി. അവൻ നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തു. എല്ലാം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നമ്മളോട് പറയുകയാണ്, ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി എന്ന്. ഈശോ ടെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാത്താൻ്റെ മേൽ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും നേടിയെടുത്ത സമ്പൂർണമായ ഒരു വിജയമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഏദേൻ തോട്ടം മുതൽ മനുഷ്യകുലം സാത്താനുമായിട്ടൊരാത്മീയ യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വചനം ഇപ്രകാരം പറയുന്നത്: അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്ന്. കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉത്ഥാനം, കർത്താവ് ഏറ്റെടുത്ത പീഡാസഹനങ്ങളൊക്കെ സത്താൻ്റെ മേൽ അവിടുന്ന് കൈവരിച്ച നിത്യരക്ഷ, സമ്പൂർണമായ വിജയത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ലോകത്തിലുള്ള സകല ശക്തിമേലും ദൈവം നേടിയെടുത്തൊരു സമ്പൂർണമായ വിജയമുണ്ട്. അത് കുരിശിലാണ്. അവൻ ഏറ്റെടുത്ത പീഡാസഹനത്തിൽ, അവൻ ഏറ്റെടുത്ത കുരിശിലെ മരണത്തിൽ, ഉത്ഥാനത്തിൽ അവൻ ഈ ലോകത്തിലെ സകല ശക്തികളുമേലും അവൻ വിജയിച്ച് വിജയക്കൊടി പാറിക്കുകയാണ് ചെയ്തത്. ഏദേൻ തോട്ടത്തിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വലിയൊരു വിള്ളൽ, ആ വിള്ളൽ ഈശോയുടെ മനുഷ്യാവതാരം മുതൽ കുരിശിലെ മരണം വരെ അവൻ ഏറ്റെടുത്ത രക്ഷാകര ദൗത്യത്തിലൂടെ പൂർത്തീകരിക്കുകയായിരുന്നു. അങ്ങനെ ഏദേൻ തോട്ടത്തിൽ മനുഷ്യന് പറ്റിയൊരു പരാജയം കാൽവരി കുന്നിന് മുകളിലെ കുരിശിന്മേലുള്ള അവൻ്റെ മരണത്തിലൂടെ
സകല ശക്തികളുടെയും മേലെ കർത്താവ് വിജയം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഏദേൻ തോട്ടത്തിൽ മനുഷ്യന് പറ്റിയ 3 പിഴവുകളുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ദൈവത്തിനോട് ചെയ്ത ഒരനുസരണക്കേട്. അത് മാറ്റപ്പെട്ടത് ക്രിസ്തു എന്ന പുതിയ ആദം തൻ്റെ കുരിശോളമുള്ള കീഴ്വഴക്കത്താൽ അനുസരണമുള്ളവനായി തീർന്നപ്പോഴാണ്. രണ്ടാമതായിട്ട് മറ്റൊരു പിഴവ് ഏദേൻ തോട്ടത്തിലുണ്ടായി. ആദ്യ മാതാവായ ഹവ്വ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് ചെവി കൊടുത്ത് നിത്യ ശിക്ഷ ഏറ്റുവാങ്ങി. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ ഹൃദം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയപ്പോൾ, തൻ്റെ ജീവിതം, തൻ്റെ ശരീരം, തൻ്റെ മനസ്സ്, തൻ്റെ ആത്മാവെല്ലാം നിത്യരക്ഷകനായിട്ട് വിട്ടുകൊടുത്തപ്പോൾ, അതിലൂടെ ദൈവം ആദ്യ മാതാവിന് പറ്റിയൊരു പിഴവ് നികത്തുകയാണ് ചെയ്തത്. മൂന്നാമതായിട്ട് മറ്റൊരു പിഴവ് കൂടി മനുഷ്യന് സംഭവിച്ചു. പാപം ചെയ്തപ്പോൾ അവൻ്റെ നഗ്നതയെപ്പറ്റി, അവൻ്റെ കുറവുകളെപ്പറ്റി, ദൈവസ്നേഹത്തിൽ നിന്ന് അവൻ അകന്നു പോയതിനെപ്പറ്റി അവൻ ബോധ്യവാനായി. അവന് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത പോലെ അവൻ്റെ നഗ്നത മറിക്കുന്നതിന് വേണ്ടി അവനൊരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു. എന്നാൽ ക്രിസ്തു അവൻ്റെ ജീവാർപ്പണം ചെയ്ത ഒരു മരക്കുരിശുണ്ട്. ആ മരക്കുരിശിലൂടെയാണ് മനുഷ്യന് വീണ്ടും നിത്യരക്ഷ പ്രാപ്തമായത്. പ്രിയമുള്ളവരെ, കർത്താവ് കുരിശിലൂടെ ഏദേൻ തോട്ടത്തിൽ വച്ച് മനുഷ്യന് പറ്റിയ പിഴവുകളെല്ലാം അടച്ചുകൊണ്ട് നിത്യരക്ഷ അവന് പ്രദാനം ചെയ്തു. കുരിശിൽ ഈശോ മരിച്ച് അവൻ തൻ്റെ ജീവാർപ്പണം ചെയ്യുന്നതിന് മുമ്പ് ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും, തിരസ്കരണങ്ങളെയും, പീഡനങ്ങളെയും, ശാരീരിക അസ്വസ്ഥതകളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ക്രൂശിതനായ എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ, എൻ്റെ മുറിവുകളിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ മുറിവുകളാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നത്. നിങ്ങളുടെ വേദനകളും കുറവുകളുമാണ് ഞാൻ ഈ കുരിശിലെ എൻ്റെ മരണം വഴി നിത്യരക്ഷയായിട്ട് മാറിയപ്പോൾ കുറവുകൾ നിറവുകളായിട്ട് മാറുകയായിരുന്നു. ബലഹീനതകൾ ശക്തിയായി മാറുകയായിരുന്നു. മുറിവുകൾ കർത്താവ് തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലേക്ക് ഏൽക്കുന്ന എല്ലാ മുറിവുകളെയും ഈശോ തൻ്റെ മരണത്തിലൂടെ വലിയ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ചെയ്തത്. ടെറ്റലസ്റ്റായി എന്ന് പറയുന്നതിന് ഈശോയുടെ സമയത്ത് ഒരു അർത്ഥമുണ്ടായിരുന്നു. ഒരു ദാസൻ തൻ്റെ യജമാനൻ്റെ തീരുമാനങ്ങൾ ഏറ്റെടുത്ത് നിറവേറ്റിയതിന് ശേഷം യജമാനന് തിരിച്ചു നൽകുന്നൊരു റെസ്പോൺസ് ഉണ്ട്. എല്ലാം പൂർത്തിയായി, എല്ലാം നിറവേറ്റി, ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ ടെറ്റലസ്റ്റായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഹിതം നിറവേറ്റിയതിന് ശേഷം ഈശോ തൻ്റെ ഫൈനൽ റിപ്പോർട്ടിംഗ് പിതാവിന് നൽകുന്ന വാക്കുകളാണ്. ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി. പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം ഈ കുരിശിലെ എൻ്റെ മരണം വഴി ഞാൻ പൂർത്തിയാക്കുന്നു എന്ന് ഈശോ ഈ വാക്കുകളിലൂടെ പറയുന്നു. ടെറ്റലസ്റ്റായി എന്ന കർത്താവിൻ്റെ ഈ തിരുമൊഴിയെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്ന്.
നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ചില ജീവിത ദൗത്യങ്ങളുണ്ട്. ഈശോയെ പോലെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ടെറ്റലസ്റ്റായി ഒരു മകനെന്ന നിലയിൽ, ഒരു മകളെന്ന നിലയിൽ എൻ്റെ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കി എന്ന് കർത്താവിന് കണക്ക് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? ആത്മനിർവൃതിയോടെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി എന്ന്. ദാമ്പത്യ ബന്ധത്തിൽ ജീവിത പങ്കാളിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത ജീവിത ദൗത്യത്തെ ഈശോയുടെ മുമ്പിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി. ഒരുപക്ഷെ നമ്മളെ ഫലമേൽപ്പിച്ച, നമ്മൾ ഏറ്റെടുത്ത ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടാവാം. ഇതെല്ലാം കർത്താവിനെ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണയൊഴുക്കണമേ. ഈശോയെ, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക്, ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക്, കുറവുകൾ മാത്രമുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ നിൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കണമേ. നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായി, കർത്താവിൻ്റെ സ്നേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവ് വലിയൊരു സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകിയത്. ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എല്ലാം നീ ആഗ്രഹിക്കുന്ന പോലെ പൂർത്തീകരിക്കുവാനുള്ള അഭിഷേകവും കൃപയും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലരെയും നിൻ്റെ തിരുഹൃദയത്തോട് നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ ചിലരൊക്കെ രോഗികളാണ്, സൗഖ്യം നൽകണമേ. വേദനകളും കുറവുകളും മുറിവുകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവരാണ്. കർത്താവെ, അവരെയൊക്കെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തി വലിയ അനുഗ്രഹത്തിൻ്റെ വർഷം അവരുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നിൻ്റെ കരുണയുടെ ആ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ നാം ആയിരിക്കുന്ന അവസ്ഥയെ ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ നൽകുന്ന കരുണയും സ്നേഹവും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും